ഹായ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാലോ? ആഹ്, അപ്പോൾ ഞാൻ പറഞ്ഞു റെസിൻ ജ്വല്ലറി മേക്കിംഗ് ആണ് മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? റെസിൻ വേണം. എന്ത് ടൈപ്പ് ഓഫ് റെസിനാണ് വേണ്ടത്? എല്ലാ ഡൗട്ടും ഞാനിന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കുറേ ടൈപ്പ് റെസിനുണ്ട്. ജ്വല്ലറിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യണത് എപ്പോക്സി റെസിനും യു വി റെസിനുമാണ്. അപ്പോൾ എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 പാർട്ട് ഉണ്ട്. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതായത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ക്യൂർ ആയിട്ടുള്ള ഫോം കിട്ടുന്നത്. അപ്പോൾ മിക്ക ജ്വല്ലറി മേക്കേഴ്സും യൂസ് ചെയ്യണത് എപ്പോക്സി റെസിനാണ്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കീ ചെയിൻ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസും പെട്ടെന്ന് ക്യൂർ ചെയ്യണതുമായിട്ടുള്ളതാണ് യു വി റെസിൻ. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് എപ്പോക്സി റെസിനാണ് കേട്ടോ. അതാകുമ്പോഴേക്കും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും. യു വി റെസിൻ്റെ അത്രയും നമുക്ക് എമൗണ്ട് അത്രയും ഇല്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ എപ്പോക്സി റെസിൻ യൂസ് ചെയ്യുമ്പോഴാണ്. എപ്പോക്സി റെസിനെ കുറിച്ചാണ് ഞാൻ പറയണേ. എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് എയും പാർട്ട് ബി ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓരോ കമ്പനിയുടെ അനുസരിച്ചും അതിൻ്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടാവും. ചില കമ്പനീസ് 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലത് 1:2 ആവാം, ചിലത് 1:3 ആവാം. അപ്പം ഈ റേഷ്യോ ഫോർമാറ്റിൽ വേണം നമ്മൾ എപ്പോഴും എടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ റേഷ്യോ അറിയാൻ പാടില്ലാത്ത ഒരു സാധാരണ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ലല്ലോ. റേഷ്യോ മീൻസ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ. ഇപ്പോൾ 1:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം ഹാർഡ്നർ, 1 ഗ്രാം റെസിൻ എടുത്ത് പാർട്ട് എ എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഗ്രാം പാർട്ട് ബി അങ്ങനെ എടുക്കണം. ഓക്കെ. 1:2 എന്ന് പറഞ്ഞത് ചിലർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ 1 ഗ്രാം റെസിനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്രാം ഹാർഡ്നർ എടുക്കണം. ആ ഇൻസ്ട്രക്ഷൻ നോക്കി മനസ്സിലാക്കി വായിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്കവാറും ഇതൊരു ഹോബിയായിട്ടും നിങ്ങൾക്കതിനെ കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ടും ആണെങ്കിൽ നിങ്ങൾ എടുക്കണ ഓരോ മേടിക്കുന്ന ഐറ്റംസും അതും ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മേക്ക് ചെയ്ത് നോക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാണെങ്കിലും മേക്ക് ചെയ്ത് കൊടുക്കുകയുള്ളൂ. പക്ഷേ എന്തെങ്കിലും അതൊരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ മാർക്കറ്റിലോട്ട് ഇറക്കാനാണെങ്കിൽ അത് യൂസ് ചെയ്യണ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട്, അതായത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഓക്കെ, അത് പിന്നീട് ആ സ്പൂണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടില്ലേ മൈന്യൂട്ടായിട്ടുള്ള വെയിറ്റ് വരെ അളക്കാൻ പറ്റിയിട്ടുള്ള മെഷീൻ മേടിക്കണം. പിന്നെ അത് മെഷർ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ആണ് പാർട്ട് എ. നിങ്ങൾക്കിത് തിരിച്ചായിരിക്കുന്നതാണ്. ഇത് എപ്പോക്സി റെസിനാണ്, പാർട്ട് എ ആണ്. ഞാൻ യൂസ് ചെയ്ത് ഒരു പരുവായിട്ടിരിക്കണേ കേട്ടോ. ഇത് പാർട്ട് ബി. താഴെ എഴുതിയിട്ടുണ്ട് 1:1. ഇത് യു വി റെസിൻ. ഇതിനൊരു ബോട്ടിലേ ഉള്ളൂ. ഇത് ജസ്റ്റ് തുറക്കുക, ഒഴിക്കുക, യു വി ലൈറ്റ് കാണിക്കുക. 2 ടൈപ്പ് ഓഫ് റെസിനാണ് യൂസ് ചെയ്യണത്. എപ്പോക്സി റെസിനും യു വി റെസിനും. എപ്പോക്സി റെസിനാണ് ഞാൻ പ്രിഫർ ചെയ്യണത്. നിങ്ങൾക്ക് എന്താണ് താല്പര്യം, നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യു വി റെസിനിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോക്സി റെസിനിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാവും. ചിലപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഹാർഡ്നർ റെസിന്, അതനുസരിച്ച് പിന്നെ അതിനകത്ത് റേഷ്യോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം എന്താണോ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ റെസിനാണോ അതിനകത്ത് കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ അത് മെയിനായിട്ട് നോക്കണം. ലിച്ച റെസിന് ഇതാണ്. അതിനകത്ത് പാർട്ട് എ ഇതൊരു 500 ml ആണ് കേട്ടോ. ഒരെണ്ണം 500 ml. പാർട്ട് ബിയും 500. ഇപ്പോൾ 1 kg ഞാൻ മേടിച്ചത്. ഇപ്പോൾ 1:1 ആയതുകൊണ്ട് സുഖമാണ്. നിങ്ങൾ എത്രയാണോ എടുക്കണം ആ സെയിം എമൗണ്ട് തന്നെ സെയിം ആയിട്ടുള്ള ഗ്രാം തന്നെ ഇതിനകത്ത് എടുത്താൽ മതി. ഓക്കെ. ഗ്രാമല്ല, മില്ലി ലിറ്റർ. വെയിറ്റ് മെഷർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് എന്തായാലും നല്ലൊരു ഡിജിറ്റൽ സ്കെയിൽ തന്നെ മേടിക്കണം. അതായത് ഭയങ്കര വലുതൊന്നും മേടിക്കണ്ട. എന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ളത് വരെ നമുക്ക് മെഷർ ചെയ്യണം. ചിലതിൽ മൈന്യൂട്ടായിട്ടുള്ള ഇതുവരെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ക്യൂർ ചെയ്യാനെടുക്കുന്ന ടൈമും ക്യൂർ ചെയ്യുമ്പോഴേക്കുള്ള പെർഫെക്ഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത്രയും നമ്മൾ ചെയ്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആവില്ല. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഡിജിറ്റൽ സ്കെയിൽ തന്നെ മേടിക്കാം. ഇത് മേടിച്ചു ഇതേപോലത്തെ.
ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇത് ഡിജിറ്റൽ സ്കെയിൽ. അപ്പോൾ ഓണാക്കുക, കാണാൻ പറ്റണ്ട, ഓണാക്കുക, അതിനകത്ത് വെക്കുക. അതിൻ്റെ ഇത് ചെറിയ കപ്പാസിറ്റി വരെയുള്ള കേട്ടോ, ഒരു കപ്പാസിറ്റി 200 ഗ്രാം വരെയുള്ളതാണ്. വേണമെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കാറില്ല, നമ്മൾ ജ്വല്ലറീസ് അല്ലേ മേക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഓരോരോ വീഡിയോസിൽ കാണിച്ചു തരാം. പ്രിഫർ ചെയ്യണത് എപ്പോഴും ഒരു ഡിജിറ്റൽ സ്കെയിൽ നല്ലത് വാങ്ങിക്കുക. അധികം പൈസയൊന്നും ഉണ്ടാവില്ല, നല്ലത് മേടിക്കുക, മേടിച്ച് യൂസ് ചെയ്യുക. റെസിൻ ഉണ്ട്, കുറേ ടൈപ്പ് റെസിൻ ഉണ്ട് കേട്ടോ. അതൊന്നും തലയിലോട്ട് ഞാൻ കയറ്റിക്കണില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ ടൈപ്പ് റെസിൻസ് ആണ് ഉള്ളത് വേണ്ട നിങ്ങൾക്ക് അറിയണമെങ്കിൽ. ഈ 2 റെസിൻ അല്ലാണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. പക്ഷെ മെയിനായിട്ട് എപ്പോക്സി റെസിനും UV റെസിനുമാണ്. എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 പാർട്ട് ഉണ്ടാകും, എപ്പോഴും 2 പാർട്ട് ഉണ്ടാകും, പാർട്ട് എയും പാർട്ട് ബിയും. ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ അവർക്കൊരു റേഷ്യോ ഉണ്ടാവും. ആ റേഷ്യോ അനുസരിച്ച് 1:1, 1:2, 1:3 ആ റേഷ്യോ അനുസരിച്ച് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ UV റെസിനുണ്ട്. UV റെസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ക്യൂർ ആകും. 1 മിനിറ്റ് 3 മിനിറ്റിനുള്ളിലൊക്കെ അത് ക്യൂർ ആയി നമുക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ അത് കൂടുതലായിട്ടുള്ള ഒരു ഇപ്പോൾ കുറേ ബൾക്കായിട്ട് നമ്മൾ ബൾക്കായിട്ട് മീൻസ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, ബിഗിനേഴ്സ് ആണ്, അപ്പം അധികമൊന്നും വരില്ല. പക്ഷേ ഇത് തുടങ്ങി നിങ്ങളൊരു സെയിൽസിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും കുറച്ചൊരു കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും, പിന്നെ അതൊരു കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, അതൊക്കെ അത്ര നമുക്ക് സ്യൂട്ടാവില്ല. പിന്നെ വല്ല മേളിൽ കോട്ടിങ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ലെയർ കൊടുക്കണതിനൊക്കെ എപ്പോഴും എപ്പോക്സി റെസിനാണ് നല്ലത്. റെസിനാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് റെസിനാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ UV റെസിന് ചിലപ്പോൾ സൺലൈറ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ കളറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ ചിലതൊക്കെ, അത് യെല്ലോയിഷ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. യെല്ലോ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോക്സിയിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ആണ് മേടിക്കണമെങ്കിൽ അതിന് അങ്ങനെ കുഴപ്പങ്ങളൊന്നും വരാറില്ല, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. എപ്പോക്സിയിലൊരു കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനായിട്ട് ഒരു 24 അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിരിക്കും, 48 hours വരെ എടുക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ തിക്നെസ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അപ്പോൾ എനിക്ക് നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ